കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് സദൃശ്യവാക്യങ്ങൾ 26-ാം അധ്യായം 27-ാം വാക്യം. കുഴി കുഴിക്കുന്നവൻ അതിൽ വീഴും, കല്ലുരുട്ടുന്നവൻ്റെ മേൽ അത് തിരിഞ്ഞുരുളും. ഇത് പ്രായോഗിക ജീവിതത്തിൽ നടക്കുന്നൊരു സംഭവം കണ്ടിട്ട് പരിശുദ്ധാത്മാവ് ആലോചന പറഞ്ഞു തരികയാണ്. കൺസ്ട്രക്ഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അതുകൊണ്ടുള്ള പരിക്കുകൾ, അപകടങ്ങൾ ഉണ്ടാകാം. ആത്മീയത്തിലോ മറ്റുള്ളവരെ വീഴിക്കാൻ കുഴി കുഴിക്കുന്നവൻ താൻ കുഴിച്ച കുഴിയിൽ വീഴും. മറ്റുള്ളവർക്കെതിരായി നുണ പറഞ്ഞു കൂട്ടുന്നവർ, അപവാദം പറയുന്നവർ, ദുരാലോചന ചെയ്യുന്നവർ, അവരെ ടാർഗറ്റ് ചെയ്ത് ക്രമേണ അവർക്കെതിരെ കരുക്കൾ നീക്കുന്നവർ അതിൽ തന്നെ പിടിപെടും. കെണിയൊരുക്കുന്നവൻ അതിൽ കൊടുങ്ങും. ഈ വചനത്തിൻ്റെ പ്രത്യേകത എന്താണ്? വല്ലാത്ത ടെൻഷനുള്ളൊരു സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദുഷ്ടന്മാർ അധികം പണം സമ്പാദിക്കുന്നു. ഈ പണം കൊണ്ട് അവൻ പലതും വിലയ്ക്ക് മേടിക്കുന്നു. മനുഷ്യരെ വിലയ്ക്ക് മേടിക്കുന്നു, അധികാരങ്ങളെ വിലയ്ക്ക് മേടിക്കുന്നു. സാധാരണക്കാരായ മനുഷ്യർ, നീതിയും ന്യായവും ആഗ്രഹിക്കുന്ന മനുഷ്യർ ഭയപ്പെടുന്നു. കാരണം ഇങ്ങനെ പോയാൽ ലോകത്തിലെ ഏറ്റവും ദുഷ്ടനാരാണ്? സാത്താനാണ്. സാത്താൻ്റെ ഒരു ഭരണം പോലെ ക്രൂരന്മാർ ഭരിക്കുകയും എളിയവർ പീഡ അനുഭവിക്കുകയും ചെയ്യും. അത് മുൻകൂട്ടി കണ്ടിട്ട് നീതി ആഗ്രഹിക്കുന്നവർ, നന്മ ആഗ്രഹിക്കുന്നവർ ഭയപ്പെടുന്നു. അവരെന്ത് ചെയ്യുന്നു? അവർ ടെൻഷനാകുന്നു, അല്ലാതെ ഒരു ഫലവും ഇല്ല. എന്നാൽ കുഴി കുഴിക്കുന്നവൻ അതിൽ വീഴുമെന്നും കല്ലുരുട്ടുന്നവൻ്റെ മേൽ അത് തിരിഞ്ഞുരുളുമെന്നും, അല്ലെങ്കിൽ കുഴി കുഴിക്കുന്നവൻ അതിൽ വീഴേണ്ടതിന് കല്ലുരുട്ടുന്നവൻ്റെ മേൽ അത് തിരിഞ്ഞുരുളേണ്ടതിന് എന്ത് ചെയ്യണം? അവിടെയാണ് ഇതിൻ്റെ പോയിന്റ് കിടക്കുന്നത്. കാരണം ഇത് എഴുതിയിരിക്കുന്നത് ഒരു ന്യൂസ് പേപ്പറിലല്ല, ഇതൊരു ചാനലിൽ വന്ന വാർത്തയല്ല, ദൈവത്തിൻ്റെ പുസ്തകത്തിൽ വന്നതാണ്. യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് നോക്കുവേൻ. നിങ്ങളുടെ പ്രശ്നം എന്താണ്? ദൈവത്തിന് മറുപടി തന്നിട്ടുണ്ട്. ഈ വചനം വെച്ച് പ്രാർത്ഥിക്കണം. എന്ത് വിഷയത്തിലാണോ അവർ കുഴി കുഴിച്ചത്, എങ്ങനെയാണോ അവർ കല്ലുരുട്ടിയത്, ദൈവം ഒന്ന് ഞൊടിച്ചാൽ മതി, അത് തിരിഞ്ഞുരുളും. എന്ത് കാർഡ് വെച്ചാണോ അവർ കളിച്ചത്, ആ കാർഡ് തിരിച്ചടിക്കും. അത്ഭുതം. അത് മനുഷ്യന് സാധിക്കില്ല. ഒരു മാനുഷിക കൂട്ടുകെട്ടുകൾക്കും അത് കഴിയില്ല. പക്ഷെ ഒരു പ്രാർത്ഥനക്കാരന് കഴിയും. ഹാലയിൽ ഒരു കുടുംബത്തിന് കഴിയും. പ്രാർത്ഥിക്കുന്ന ഒരു സഭയ്ക്ക് കഴിയും. അതുകൊണ്ട് ധൈര്യമായിരിക്കുക. എളിയവർ പീഡിപ്പിക്കപ്പെടുന്നതും നീതിയും ന്യായവും നിഷേധിക്കപ്പെടുന്നതും കണ്ടാൽ വിസ്മയിക്കണ്ട, പ്രാർത്ഥിച്ചാൽ മതി. കാരണം മോളിലൊരുത്തൻ ചിരിച്ചുകൊണ്ടിരിപ്പുണ്ട്. അവൻ്റെ പേര് ദൈവമെന്നാണ്. സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു. ഹല്ലേലൂയ. ആ ചിരി നിങ്ങളുടെ അധരങ്ങളിൽ വരണമെങ്കിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ വരണമെങ്കിൽ, നിങ്ങളുടെ കണ്ണുകളിലെ മ്ലാനത മാറി പ്രകാശം വരണമെങ്കിൽ ബൈബിൾ തുറക്കുക, പ്രാർത്ഥിക്കുക, വചനം ധ്യാനിക്കുക. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് നിങ്ങൾ കാണും, നിങ്ങളുടെ ചെവി കൊണ്ട് കേൾക്കും, നിങ്ങൾ സന്തോഷിക്കും. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. കർത്താവ് സമാധാനം നൽകട്ടെ, ജയം നൽകട്ടെ, സ്വസ്ഥത നൽകട്ടെ. വഷളരായ മനുഷ്യർ വാഴാതിരിക്കേണ്ടതിന്, ജനത്തെ കൊടുക്കുവാൻ ആരുമില്ലാതിരിക്കേണ്ടതിന് കർത്താവ് സ്വസ്ഥത കൽപ്പിക്കട്ടെ. ആമേൻ.